Okay, come on, all of you, welcome to this class. Okay, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത് നമ്മൾ കുറേ അധികം ചെറിയ സെന്റൻസുകൾ പഠിച്ചു. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ വാക്കുകൾ, അതായത് അറ്റ് പ്രസന്റ് തൽക്കാലം, അറ്റ് എ ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ, അതുപോലെ പർട്ടിക്കുലർലി പ്രത്യേകിച്ചെന്ന് പറയാം, മോർ ഓവർ, പിന്നെ ബൈ ചാൻസ്, പിന്നെ ഓ ഗോഡ്, പൂർ ഫെലോ, ലൈക്ക് ദാറ്റ്. നമുക്ക് ചെറിയ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സ്ഥിരം മലയാളത്തിൽ സംസാരിച്ചു കൊണ്ട് വരുന്നതിനിടയിൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സോ ഇതെല്ലാം നമ്മൾ സന്ദർഭവശാൽ സംസാരിച്ചു വരുന്നതിനിടയിൽ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ ഏത് ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ഒരാൾക്കും വന്നു പോകുന്ന കുറേ വാക്കുകളാണ്. ഈ വാക്കുകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, ഏത് രീതിയിലാണ് ഈ വാക്കുകൾ നമ്മൾ ഒരു സെന്റൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നത് നമ്മൾ ഈ പറയുന്നതിൽ കൂടുതൽ പേർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അറ്റ് എ ഗ്ലാൻസ് എന്നുവെച്ച് ബാക്കി അങ്ങ് മലയാളത്തിൽ പറയും. അതുപോലെ ബൈ ചാൻസ് അത് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ അങ്ങ് ബാക്കി പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ബാക്കി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഈ വാക്കുകളെല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുന്ന അവസരം ഏതാണ്, എങ്ങനെ സംസാരിച്ചാൽ ഇത് മീനിങ് ഫുൾ ഇംഗ്ലീഷ് സെന്റൻസസ് ആക്കി മാറ്റാം, അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും മലയാളികളാണെങ്കിൽ പോലും നമ്മുടെ വാക്കുകൾക്കിടയിൽ നാവിൽ വരുന്നത് കൂടുതലും ഇംഗ്ലീഷ് വാക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തേരി അറിയില്ലാത്ത ഒരു കാരണവരാണെങ്കിൽ പോലും, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കിടക്കുന്ന ഒരു അപ്പച്ചനാണെങ്കിലും വരുന്ന വഴിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വായിലും നാക്കിലും വന്നു പോകും 2-3 ഇംഗ്ലീഷ് വാക്കുകളെങ്കിലും അറിയാതെ പറഞ്ഞു പോകും അദ്ദേഹവും. പക്ഷെ ഇതെന്താണ്, ഇത് എപ്പോഴാണ് ഇംഗ്ലീഷിൽ ഇത് നമ്മൾ ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് മീൻസ് വൺ ഹൂ വാണ്ട്സ് ടു സ്റ്റഡി സംതിങ്, ദേ ആർ സ്റ്റുഡൻസ്. അത് പഠിക്കുവാൻ ആഗ്രഹമുള്ള ആരാണെങ്കിലും അത് പ്രായഭേദമന്യേ നമുക്ക് അവരെ സ്റ്റുഡൻസ് എന്ന് വിളിക്കാം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ കൂട്ടുകാർ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കാം. ഈ വാക്കുകളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു പോയതാണ്, ഒരിക്കൽ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് ഈ റിപ്പീറ്റ് ചെയ്യുന്ന ക്ലാസ് റിപ്പീറ്റ് ചെയ്യുകയല്ല, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, ഏത് സമയത്ത് ഉപയോഗിക്കാം എന്നതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഓക്കെ, കം ടു ദി ക്ലാസ്. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ പറയുന്നതാണ് അറ്റ് എ ഗ്ലാൻസ്. അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഇതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എന്ന് പറയും. നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കുന്നത്? അറ്റ് എ ഗ്ലാൻസ് എന്നത് നമ്മളൊരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കി പറയുന്നത് എപ്പോഴും അറ്റ് എ ഗ്ലാൻസ് നമ്മൾ എപ്പോഴും പറയും. പക്ഷെ ഇത് എങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ സെന്റൻസ് എപ്പോഴാണ് ആകുന്നത് എന്നതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അറ്റ് എ ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷെ അറ്റ് എ ഗ്ലാൻസ് ചേർത്ത് പറയും. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞു എന്നൊരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതുപോലെയുള്ള ചെറിയ വാക്കുകൾ ഏത് രീതിയിലാണ് നമ്മൾ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അറ്റ് എ ഗ്ലാൻസ് നമ്മൾ പറയുകയാണ്, അറ്റ് എ ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ എനിക്കത് മനസ്സിലായി. അറ്റ് എ ഗ്ലാൻസ് ഐ റിയലൈസ്ഡ് ഇറ്റ്. അറ്റ് എ ഗ്ലാൻസ് ഐ റിയലൈസ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞാല് ഒറ്റ നോട്ടത്തിൽ, മലയാളത്തിൽ പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്കത് മനസ്സിലായി. അത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ള അല്ലേ? ഒറ്റ നോട്ടത്തിൽ എനിക്കത് മനസ്സിലായി. മനസ്സിലായി എന്നതിനേക്കാൾ ഉപരി റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നാണ്. ഒറ്റ നോട്ടത്തിൽ എനിക്കത് തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് പറഞ്ഞാല് ഒറ്റ നോട്ടത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞു. ഓക്കെ, എനിക്കത്
തിരിച്ചറിയാൻ സാധിച്ചു എന്നതിനേക്കാൾ ഉപരി നമുക്ക് പറയാം തിരിച്ചറിയാൻ സാധിക്കുക വാക്ക് വന്നിട്ടില്ല പോലെ ഒറ്റ നോട്ടത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഒറ്റ നോട്ടത്തിൽ എനിക്കത് തിരിച്ചറിയുവാൻ സാധിച്ചു. അതാണ് ഒറ്റ നോട്ടത്തിൽ ഞാനത് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വാക്കാണ് പർട്ടിക്കുലർലി. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് അല്ലെ. പർട്ടിക്കുലർലി നമ്മുടെ സംസാരത്തിനിടയിൽ പർട്ടിക്കുലർലി വരാറുണ്ട്. പർട്ടിക്കുലർലി മലയാളം മീനിങ് പ്രത്യേകിച്ച് എന്ന് വരും. പ്രത്യേകിച്ച്, പർട്ടിക്കുലർലി, പ്രത്യേകിച്ച്. ഇത് ഈ പ്രത്യേകിച്ച് എന്ന വാക്ക് ചേർന്ന് നമ്മൾ എന്തെങ്കിലും വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരോട് പറയാറുണ്ടോ? നമ്മൾ എന്നാ പറയുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയൂല്ലേ? ഐ ഹാവ്, ഇത് പറയാം, ഐ ഹാവ് നത്തിങ് ടു സേ. ഐ ഹാവ് നത്തിങ് ടു സേ പർട്ടിക്കുലർലി എന്ന് പറഞ്ഞാലോ? ഐ ഹാവ് നത്തിങ് ടു സേ പർട്ടിക്കുലർലി എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? ഐ ഹാവ് നത്തിങ് ടു സേ പർട്ടിക്കുലർലി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഒന്നും പറയാനില്ല. അതായത് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുള്ള വാക്കുകളാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഓ ഗോഡ്. ഓ ഗോഡ് എന്ന് പറഞ്ഞാല് എന്റെ ദൈവമേ എന്ന്. എന്റെ ദൈവമേ എന്ന് സാധാരണ നമ്മള് പറയാറുണ്ട് അല്ലേ? ഓ ഗോഡ്, എന്റെ ദൈവമേ. അതുപോലെ പൂവർ ഫെലോ. പൂവർ ഫെലോ എന്ന് പറഞ്ഞ പാവം നമ്മൾ പറയുന്നത്. പാവം എന്ന് പറയും. പാവം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് ഈ ഓ ഗോഡിന് പകരമായിട്ട് നമ്മൾ പറയാം എന്റെ ദൈവമേ എന്ന് പറയുന്ന ഒരു ഇതില് താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി എന്ന് നമ്മൾ പറയും അല്ലേ? ദൈവത്തിന് നന്ദി പറയുമ്പോ എങ്ങനെയാന്ന് പറയുന്നത്? താങ്ക് ഗോഡ്. താങ്ക് ഗോഡ് എന്ന് പറഞ്ഞാല് താങ്ക് ഗോഡ്. താങ്ക് ഗോഡ് എന്ന് പറഞ്ഞാല് ദൈവത്തിന് നന്ദി. ദൈവത്തിന് നന്ദി പറയുന്നതാണ്. ദൈവത്തിന് നന്ദി എന്ന് പറയുന്നതിന് നമുക്ക് പറയാം താങ്ക് ഗോഡ് എന്ന് പറയാം. ഇതുപോലെയാണ്. ഇതുപോലെ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഓരോ സെന്റൻസുകള് നമുക്കിപ്പോ എഴുതി പഠിക്കണം. അതുപോലെ ഓക്കെ, കമോൺ. ഇതാ പൂവർ ഫെലോ ചേർത്ത് നമുക്ക് ആദ്യം എഴുതാം. പൂവർ ഫെലോ. പൂവർ ഫെലോ, പാവം, അവനൊന്നും അറിയില്ല. പൂവർ ഫെലോ, ഹി ഡസൻറ്റ് നോ. ഹി ഡസൻറ്റ് നോ. No anything. Doesn't know anything എന്ന് പറഞ്ഞാലോ ഇതിന്റെ അർത്ഥം എന്താണ്? Poor fellow, he doesn't know anything. പാവം, പാവം, അവന് ഒന്നും അറിയില്ല. അവന് ഒന്നും അറിയില്ല എന്ന്. അവനൊന്നും അറിയില്ല, അറിയുന്നില്ല. അവനൊന്നും അറിയുന്നില്ലെന്ന്. അവൻ ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള ഒരു ഇത് വരും. പക്ഷേ ഇത് തന്നെ ഇതിന്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് ആയിട്ട് പറയാം കേട്ടോ. ഈ പുവർ ഫെലോ ചേർത്ത് വെച്ച് നമുക്ക് പറയാം പുവർ ഫെലോ. പുവർ ഫെലോ അന്നേരം വേറൊരു മീനിങ് വരും. പുവർ ഫെലോ, ഹി നോസ് എവരിത്തിങ്. ഹി നോസ് എവരിത്തിങ്. പുവർ ഫെലോ, ഹി നോസ് എവരിത്തിങ്. അവന് എല്ലാം അറിയുന്നുണ്ട്. ഹി നോസ് എവരിത്തിങ്. ഹി നോസ് എവരിത്തിങ് എന്ന് പറയാം. ഹി നോസ് എവരിത്തിങ് എന്ന് പറയാം. അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞത് എന്നായിരുന്നു? പുവർ ഫെലോ പറഞ്ഞു. അതുപോലെ താങ്ക് ഗോഡ്. താങ്ക് ഗോഡ് അല്ലേ? താങ്ക് ഗോഡ് എന്ന് പറഞ്ഞാല് ദൈവത്തിന് നന്ദി. ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ പ്രതീക്ഷിച്ച കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ പറയും താങ്ക് ഗോഡ്. താങ്ക് ഗോഡ് എന്ന് പറയും അല്ലേ? അത് ഇവിടെ പറയുന്നത് താങ്ക് ഗോഡ്. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറയുക. താങ്ക് ഗോഡ്. Thank God he didn't scold me. He didn't scold me. He didn't scold me എന്ന് പറഞ്ഞാലോ
ദൈവത്തിന് നന്ദി. അയ്യോ എൻ്റെ ദൈവമേ, ദൈവത്തിന് നന്ദി. അദ്ദേഹം എന്നെ ദൈവത്തിന് നന്ദി, അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞില്ല. അത് വലിയൊരു കാര്യമായി പോയി. അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞില്ല. ഞാൻ വഴക്ക് പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷേ അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞില്ല. അതിന് ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്ന സമയത്ത് താങ്ക് ഗോഡ് ഉപയോഗിക്കാം. അതുപോലെ വെൽ ഡൺ. വാട്ട് ഡസ് ഇറ്റ് മീൻ? വെൽ ഡൺ. വെൽ ഡൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതേ മീനിങ് പറയുന്നത്. വെൽ ഡൺ എന്ന് പറഞ്ഞാൽ നന്നായി എന്ന് നമ്മൾ പറയുന്നത്. നന്നായി, അയ്യോ നന്നായി എൻ്റെ ദൈവമേ. അതും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങള് അതുപോലെ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വെൽ ഡൺ പറയുന്നത്. വെൽ ഡൺ മീൻസ് നന്നായി. നമ്മൾ എപ്പോഴാണ് ഇത് പറയുന്നത്? ഓക്കെ, വെൽ ഡൺ, വെൽ ഡൺ, നന്നായി. They reached in time. They reached in time. അവര് കറക്റ്റ് സമയത്തെത്തി. അയ്യോ നന്നായി, അവര് കറക്റ്റ് സമയത്തെത്തി. നന്നായി. അവർ സമയത്തെത്തി, കൃത്യസമയം, അതിനാണ് ഇൻ ടൈം. അവർ സമയത്ത് പറഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ സമയത്തെത്തി. അതിന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പറയുന്നതാണ് വെൽ ഡൺ. ബൈ ചാൻസ്. ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ചാൻസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ബൈ ചാൻസ്. ബൈ ചാൻസ് മീൻസ് സന്ദർഭവശാൽ. നമ്മൾ ഏതെങ്കിലും സന്ദർഭവശാൽ എന്ന് പറയുന്നതിനാണ് നമ്മൾ സന്ദർഭവശാൽ ബൈ ചാൻസ് ഉപയോഗിക്കുന്നത്. ബൈ ചാൻസ് ചേർത്ത് എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത്? ഓക്കെ, കമോൺ, നമുക്ക് കാണാം. By chance I met him on the way. By chance I met him on the way. എന്ന് പറഞ്ഞാലോ സന്ദർഭവശാൽ, നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ, സന്ദർഭവശാൽ ഞാൻ അവനെ വഴിയിൽ കണ്ടു. വഴിയിൽ കണ്ടു. ഇതാണ് സന്ദർഭവശാൽ. അതുപോലെ തന്നെ നമുക്ക് പറയാം ബൈ ചാൻസ് if you meet her. ബൈ ചാൻസ് ഇഫ് യു മീറ്റ് ഹെയർ എന്ന് പറഞ്ഞാലോ, ബൈ ചാൻസ് ഇഫ് യു മീറ്റ് ഹെയർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ബൈ ചാൻസ് ഇഫ് where is you? ബൈ ചാൻസ് ഇഫ് യു മീറ്റ് ഹെയർ എന്ന് പറഞ്ഞാലോ സന്ദർഭവശാൽ നിങ്ങൾ അവളെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണേ പറയാം? സന്ദർഭവശാൽ നിങ്ങൾ അവളെ കാണുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം ബാക്കി ആഡ് ചെയ്ത് അങ്ങോട്ട് പറയുക. സന്ദർഭവശാൽ. ഇത് മനസ്സിലായാലും ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്, ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ വാക്കുകൾ ചേർത്ത് നമ്മൾ സംസാരിച്ചു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാട്ട് എ നോൺസെൻസ്. എന്തൊരു അസംബന്ധം നമ്മൾ പറയൂല്ലേ? എന്റെ ദൈവമേ, എന്തൊരു അസംബന്ധം. നമ്മള് പറയരുതാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുകയാണെ പറയുന്നത് എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കും. അതിനെ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? വാട്ട് എ നോൺസെൻസ്. എന്ന് ചോദിക്കും. അതാണ് എന്തൊരു അസംബന്ധം എന്ന്. അന്നേരം എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തത്, പറയരുതാത്ത ഒരു കാര്യം പറയുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുന്നതാണ് വാട്ട് എ നോൺസെൻസ്. ആർ യു ടോക്കിംഗ്? എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന്.
എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുക. അതിനാണ് വാട്ട് എ നോൺസെൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ്ട് ഒരു ദിവസം പല പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളില്ലേ. അതുപോലെ നമ്മൾക്ക് ഞാൻ പറയാം, വാട്ട് എ നോൺസെൻസിന് പകരമായിട്ട് ഇതൊക്കെ നമ്മൾ സർപ്രൈസ് ചേർത്ത് നമ്മൾ പറയുന്നതാണ് വാട്ട് എ നോൺസെൻസ് എന്ന് പറയുന്നത്. അതുപോലെ വാട്ട് എ സർപ്രൈസ്, എന്തൊരു അതിശയം എന്ന് പറയാം. അങ്ങനെ ഈ വാട്ടെ ചേർത്ത് കുറച്ച് നമുക്ക് വാക്കുകൾ പറയാവുന്നതാണ്. അതെല്ലാം ഓക്കെ. ഇത് ഇത്രയും കാര്യങ്ങള്. പിന്നെ നമ്മൾ എന്താ അതുപോലെ ഉപയോഗിക്കാം നമ്മള് മോർ ഓവർ, ദോ ഉണ്ട്, സോ ഉണ്ട്, അങ്ങനെ ബാക്കിയും ബട്ട്, ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അത് പഠിച്ചാൽ കുറെ കൂടെ നമുക്ക് നമ്മുടെ സംസാര ഭാഷ ലളിതമാകും. അതുപോലെ നമുക്ക് ചോദിക്കണം, നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുകയില്ല? ഇത് വളരെ എളുപ്പമാണെന്ന് നമുക്കൊന്ന് പറയണം. അത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് എപ്പോഴും സാധാരണ നമ്മൾ നിങ്ങൾക്ക് എന്നാ ഇത് പറ്റിയല്ലാത്ത, ഇത് നല്ല എളുപ്പമാണല്ലോ എന്ന് പറയാം. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുന്നത്? വൈ കാൺ, ഈ മലയാളം ആദ്യം എഴുതാം. നമ്മൾ സാധാരണ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? ഇത് വളരെ എളുപ്പമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യം തന്നെ പറയാം അല്ലേ. വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല? ഇത് വളരെ എളുപ്പമാണ്, പക്ഷെ ശ്രമിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല. അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? വൈ കാൺട്ട് യു? ക്യാൻ നമുക്കറിയാലോ അല്ലേ. വൈ കാൺട്ട് യു? വൈ കാൺട്ട് യു ചെയ്യുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് സാധിക്കില്ലെന്ന്. വൈ കാൺട്ട് യു? നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? വൈ കാൺട്ട് യു? ഇറ്റ് ഈസ് too easy. It is too easy. Why can't you? നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? Why can't you? ഇപ്പം why can't you do it എന്നാണെങ്കിലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യുവാൻ സാധിക്കില്ല? ഇത് വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ടു ഈസി എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനിടയിൽ ഇംഗ്ലീഷിന്റെ കുറെ വാക്കുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ ചേർത്ത് നമ്മുടെ സംസാര ഭാഷയെ ഇംഗ്ലീഷിലേക്ക് ആക്കുവാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷിലുള്ള സംസാരം നമുക്ക് കൂടുതൽ എളുപ്പമാക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണപ്രദമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഇറ്റ് ആൻഡ് ടു സെൻഡ് എ കമൻറ്റ്. അതർവൈസ് ദോസ് ഹു ആർ സീയിങ് this first time, don't forget to subscribe it, my dear friends. Okay, see you in the next class. Till we meet again in the next class. Till then, bye. Okay.